അർജുന്റെ രക്ഷാദൌത്യത്തിനായി തൃശൂരിൽ നിന്നുള്ള ഡ്രഡ്ജിംഗ് യന്ത്രം സജ്ജം. കർണാടകയിൽ നിന്നുള്ള അനുമതി ലഭിച്ചാൽ യന്ത്രം കൈമാറും. തൃശൂരിൽ നിന്ന് വിദഗ്ധ സംഘവും ശിരൂരിലേക്ക് പുറപ്പെട്ടേക്കും. സംഘം ഗംഗാവലിപ്പുഴയിൽ പരിശോധനയും നടത്തും. ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ലെവിൻ, ഓരോ പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരുമ്പോഴും നമ്മൾ പ്രതീക്ഷ കൈവിടാതെയാണ് അതുപയോഗിച്ച് തിരച്ചിൽ നടത്തുന്നത്. ഇപ്പോൾ ഡ്രഡ്ജിംഗ് യന്ത്രം സജ്ജമാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കാലാവസ്ഥ ഇപ്പോഴും പ്രതികൂലമാകുന്ന സാഹചര്യം തന്നെയാണ് ശിരൂരിൽ നിലനിൽക്കുന്നത്. എപ്പോഴാണ് ഈ വിദഗ്ധ സംഘം ശിരൂരിലേക്ക് പുറപ്പെടുക? ഒപ്പം തന്നെ എങ്ങനെയാണ് ഇതുപയോഗിച്ചുള്ള തിരച്ചിൽ നടത്തുക? വീണ, സാധ്യമായ എല്ലാ രീതിയിലും അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നതിനായി കേരളത്തിന്റെ സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം. അർജുനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കർണാടക ഗവൺമെന്റ് തുടരുമ്പോൾ അതിന് ഏറ്റവും വലിയ പിന്തുണയാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത്. അതിന്റെ കൂടി ഭാഗമായിട്ടാണ് തൃശ്ശൂരിൽ നിന്നുള്ള ഡ്രഡ്ജിംഗ് യന്ത്രം അവിടേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തുന്നത്. നിലവിൽ കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള യന്ത്രം തൃശൂർ എൽത്തുരുത്തിലെ കോൾപ്പാടത്താണ് ഇപ്പോൾ കഴിഞ്ഞ 2 മാസത്തിലേറെയായി ഉള്ളത്. കർണാടകയിൽ നിന്നുള്ള അനുമതി ലഭിക്കുകയും കേരളത്തിൽ നിന്നുള്ള കാർഷിക സർവകലാശാലയിൽ നിന്നടക്കമുള്ള ഈ ഡ്രഡ്ജിംഗ് യന്ത്രത്തിന്റെ ഓപ്പറേറ്റർ അടങ്ങുന്ന സംഘം കർണാടക ശിരൂരിലെത്തി ഗംഗാവാലിപ്പുഴയിലെ ഒഴുക്കടക്കമുള്ള ഘടകങ്ങൾ പരിശോധിക്കുകയും ചെയ്ത് അനുകൂലമായ സാഹചര്യമാണ് ഉള്ളതെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് ഇന്ന് തന്നെ ഡ്രഡ്ജിംഗ് യന്ത്രം അവിടേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ നേതൃത്വത്തിൽ ഇന്നലെ വൈകിട്ട് ഡ്രഡ്ജിംഗ് യന്ത്രത്തിന്റെ സമീപമെത്തി ആവശ്യമായ പരിശോധനകളും മറ്റും നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഡ്രഡ്ജിംഗ് യന്ത്രം ഗംഗാവാലിയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള അല്ലെങ്കിൽ ശിരൂരിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള വാഹനമടക്കം ഇതിനോടകം സജ്ജമാക്കിയിട്ടാണ് ജില്ലാ ഭരണകൂടം ആവശ്യമായ നടപടികൾ നടത്തുന്നത്. കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള ഒരു ഉദ്യോഗസ്ഥനും ഇതോടൊപ്പം തന്നെ ഈ നിലവിലെ ഇവിടുത്തെ സാങ്കേതിക വിദഗ്ധരും അടങ്ങുന്ന സംഘം അവിടേക്ക് പോകുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് ഇവർ യാത്രയ്ക്ക് സജ്ജമാക്കിയിട്ടുണ്ട്. ജലോ ഉപരിതലത്തിൽ പൊങ്ങി നിന്ന് ഡ്രഡ്ജിംഗ് നടത്തുന്നതിന് ആവശ്യമായ സൗകര്യങ്ങളെല്ലാം ഉള്ള യന്ത്രമാണ്. പ്രത്യേകിച്ച് കോൾപ്പാടങ്ങളിലെ അടക്കം ചെളി നീക്കം ചെയ്യുന്നതിനാണ് ഇത് ഉപയോഗിച്ചു വരുന്നത്. 25 അടി താഴ്ചയിൽ വരെ ഡ്രഡ്ജിംഗ് നടത്താൻ ഇതിന് സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും എല്ലാവിധത്തിലുള്ള സംവിധാനങ്ങളും ഇവിടെ കേരളത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ശിരൂരിൽ നടക്കുന്ന പരിശോധനകൾക്ക് ശേഷം അവിടെ നിന്നുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി ലഭിച്ചാലുടൻ തൃശ്ശൂരിൽ നിന്നും യന്ത്രം അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനത്തിലാണ് തൃശ്ശൂർ ജില്ലാ ഭരണകൂടം ഉള്ളത്. വീണ, ലെവിൻ കെ വിജയനാണ് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നത്.